സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു ഈ അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗം 3 ഉണ്ട്. മത്തായിലും ഉണ്ട്, അതേപോലെ മർക്കോസിലുണ്ട്, ലൂക്കോസിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ലൂക്കോസ് 9, 1 മുതൽ 6 വരെയാണ് അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗം കാണുന്നത്. അവൻ 12 പേരെയും വിളിച്ചു, സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. ഇല്ലേ? അവൻ 12 പേരെ വിളിച്ചു, അവൻ്റെ ശ്ലീഹന്മാരെ വിളിച്ചു, ശിഷ്യന്മാരെ വിളിച്ചു, എന്നിട്ട് സകല പിശാചുകളുടെ മേൽ അധികാരം കൊടുത്തു. മർക്കോസിൽ ഇതേ സംഭവം മർക്കോസിൽ പറയുന്നത് മർക്കോസ് 3:13 മർക്കോസ് 3:13 പറയുന്നത്, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. മനസ്സിലായോ? മത്തായി 10:1 ഇത് സംഭവം പറയുന്നത്. മത്തായി 10:1 പറയുന്നത് ഇങ്ങനെയാണ്, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികൾ സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു. കണ്ടില്ലേ? അപ്പം 3 സുവിശേഷത്തിലും യേശു ശ്ലീഹന്മാരെ അയക്കുന്നത് പറയുന്നുണ്ട്, 3ലും പറയുന്നുണ്ട്. അപ്പോൾ മർക്കോസിൽ പറയുന്നത് എങ്ങനെയാ യേശു അവരെ വിളിച്ചു എന്നല്ലേ? യേശു അവരെ വിളിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ശ്ലീഹന്മാർ അവരവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇനി മത്തായിലോ അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചു, അതിനുശേഷം അധികാരം കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ 12 പേരെ, യേശു 12 പേരെ തന്നെ ശിഷ്യന്മാരെ വിളിച്ചു എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അടുത്തേക്ക് ചെല്ലും. ഇല്ലേ? അടുത്തേക്ക് ചെല്ലും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്, അടുത്തേക്ക് ചെല്ലും. ലൂക്കോസിൽ ഇത് തന്നെയാണ്. യേശു അപ്പോസ്തലന്മാരെ അയക്കുന്ന സംഭവത്തിലും അവിടെ അവൻ വിളിക്കുന്നുണ്ട്, ഇല്ലേ? ശ്ലീഹന്മാരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും? യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും. ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണം. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് ഈ അധികാരം കിട്ടുകയുള്ളൂ. മനസ്സിലായോ? ദൈവം നമ്മളെല്ലാവരെയും വിളിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് എന്നെ ഓരോ ദിവസവും വിളിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്ന ഓരോ ബൈബിൾ വായനയിലൂടെയും കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന എൻ്റെ ദൈവം ഓരോ ദിവസത്തിലും, ഓരോ നാഴികയിലും, ഓരോ മണിക്കൂറിലും എന്നെ വിളിക്കുന്നുണ്ട്. അവനെ വിളി കേൾക്കാൻ ഞാൻ തയ്യാറാകണം. അവനെ വിളി കേട്ടാൽ മാത്രം പോരാ, പിന്നെയോ അവൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലണം. അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്ലീഹന്മാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കുക, ഇല്ലേ? പിശാചിനെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പ്രസംഗിക്കാനുമുള്ള അധികാരം കൊടുക്കുക.